നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വർഷയാണെങ്കിൽ വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് മുറിയിലേക്ക് പോകുന്നത്. വർഷയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ദൈവമേ, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞു ജീവനുണ്ട്. തനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പ്രസവിക്കാൻ ഭയങ്കര പേടിയാ. പ്രസവ വേദന അത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഇനി എന്താ ചെയ്യണ്ടേ? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല. തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം, ആരോടും പറയാതിരുന്നിട്ട് ഈ കുഞ്ഞിനെ അങ്ങോട്ട് അബോർട്ട് ചെയ്ത് കളയാം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ വർഷം എടുക്കുകയാണ്. പിന്നീട് വയറിൻ്റെ മേലേക്ക് കൈവച്ചിട്ട് കുഞ്ഞിനോട് പറയണം, അതെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രസവിക്കാൻ പേടിയായതുകൊണ്ടാ. വേദന സഹിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കുഞ്ഞിനോട് തന്നെ മാപ്പ് ചോദിക്കുകയാണ് വർഷ. എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്യണം. ഡോക്ടറെ കാണാൻ പോയ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, പിൽസും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടും അബോർട്ട് ആവാനുള്ള. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാം എന്നൊരു ചിന്തയായിരുന്നു വർഷയുടെ മനസ്സിൽ. അങ്ങനെ വർഷ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക. അല്ലാതെ വർഷ നോക്കിയിട്ട് വേറൊരു ഇതും കണ്ടില്ല. ഈ സമയത്ത് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യണം സച്ചിൻ രേവതിയൊക്കെ. ശ്രീകാന്തിന് എത്ര ചോദിച്ചിട്ടും ശ്രീകാന്തിനൊന്നും അറിയില്ല. ശ്രീകാന്ത് താൻ വർഷയോട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രം പറയണേ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എടാ ഒന്നും ചെയ്യാതെ അവൾ ഇങ്ങനെയൊന്നും പറയത്തില്ല. എന്തൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. നീ എന്താ ചെയ്തേ? അയ്യോ എന്റെ സച്ചേട്ടാ, ഇതേ സച്ചേട്ടനാണ് സത്യം, രേവതി ചേച്ചിയാണ് സത്യം. ഞാൻ അവളോടൊന്നും ചെയ്തിട്ടില്ല. അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് വരുക. കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളൊന്നും പറയുന്നുമില്ല. ഇതേ രേവതി, ഇതൊന്നുമല്ല. ഇവൻ നമ്മളിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. രേവതിക്ക് സച്ചിക്കും സംശയമായി എന്തു പറ്റിയെന്ന്. ശ്രീകാന്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. വർഷയ്ക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. വർഷ ആഹാരം കഴിക്കാൻ പോലും വരുന്നില്ല. വിളിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ. എപ്പോൾ നോക്കിയാലും ഓരോരോ ചിന്തകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന കാണാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. അത് കേട്ടതും സച്ചി പറഞ്ഞു, അതെ പതുക്കെ എപ്പോഴേലും നീ വർഷയോട് കാര്യം ചോദിച്ചാൽ മതി. വർഷ എന്താന്ന് വെച്ചാൽ പറയും. ചിലപ്പം പറയാതിരിക്കുന്ന എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിലും പതുക്കെ പറയുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുവാണ്. ഇതേ സമയത്ത് ഭാമ ചന്ദ്രമതിയെ കാണാൻ വരുവാണ്. അപ്പം എങ്ങനെയെങ്കിലും ശ്രുതി കൊണ്ടേ കൊടുത്ത ആ ഒരു ചരടും കൂടെ അത് ശ്രുതിയുടെ കയ്യെ കെട്ടണം. ശ്രുതിയും ചന്ദ്രമതിയും തമ്മിൽ അടിച്ച് പിരിയണം. അതായിരുന്നു ശ്രുതിയും ചന്ദ്രമതിയും തമ്മിൽ അടിച്ചു പിരിയണം. അതായിരുന്നു ശ്രുതിയുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ചരടൊക്കെ ആയിട്ടാണ് ഭാമ വരുന്നത്. ഭാമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്ര ചോദിച്ചു, എന്താ ഭാമേ? അതെ, അത്യാവശ്യമായിട്ട് നിന്നെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതാ ഞാൻ രാവിലെ തന്നെ വന്നേ. അല്ല നീ കാര്യം എന്താ വെച്ചാൽ പറ. എടി ഒരു ഏലസ് കിട്ടിയിട്ടുണ്ട്. ഏലസോ? അതേന്നേ, കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്വാമിയെ കാണാൻ പോയില്ലേ? അതിനേക്കാളും നല്ല ഉഗ്ര സ്വാമിയാ. പറഞ്ഞ അച്ചട്ടമാണ്. അത് മാത്രമല്ല ഡിവോഴ്സും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കും ശ്രുതിയുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഏലസ് ജപിച്ച് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രുതിക്ക് വേണ്ടിയിട്ടോ? അതേന്നേ, ഒരു ഏലസ് ജപിച്ച് മേടിച്ചിട്ടുണ്ട്. നീ ഇതൊരു കാര്യം ചെയ്യണം, ശ്രുതിയുടെ കയ്യെ കൊണ്ടേന്ന് കെട്ടിക്കൊടുത്താൽ മതി. അല്ല ഭാമേ, ഇപ്പൊ ഓൾറെഡി അവന്റെ കയ്യിലൊരെണ്ണം ഉണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല. ഇതും കൂടെ കെട്ടിക്കൊടുത്തോ. ഇതൂടെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫലം കൂടും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ കയ്യെ കെട്ടിയിരിക്കുന്ന അങ്ങോട്ട് അഴിച്ചു കളാ. ഇതിനല്ലേ ശക്തി കൂടുന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചു, അത് അഴിച്ചു കളയണോ? പാമർ ഞാൻ അത് അഴിച്ചു കളയുന്ന നല്ലത്. അപ്പൊ ഇതിനാണെങ്കിൽ ശക്തി കൂടുതലുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ഓ എന്നാലും നിനക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നീയാണ് ശരിക്കും എൻ്റെ കൂട്ടുകാരി. എനിക്കറിയാം അല്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമാന്ന്. കണ്ടില്ലേ, എൻ്റെ മോൻ്റെ ജീവിതം തകർന്ന് കാണുമ്പോൾ നിനക്ക് പോലും സഹിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറ, ഈ വീട്ടിലുള്ളവരൊന്നും സമ്മതിക്കുന്നില്ല. അവർക്കൊക്കെ അസൂയ. ശ്രുതിയും തമ്മിൽ ഞാൻ പിരിക്കാൻ നോക്കുമ്പോഴത്തേനും അവർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് അവരുടെ തലയിലേക്ക് കയറുന്നുമില്ല. ഭാമ പറഞ്ഞു, പോട്ടെ എങ്കിൽ ശരി, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. നിനക്കെന്താ ധൃതി? ചായ കുടിച്ചിട്ട് പോയാൽ മതി. വേണ്ട. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞ, അല്ലെങ്കിലും ചായ എടുത്ത് തരാനായിട്ട് അവൾ ഇവിടെ ഇല്ല. രേവതി അവൾ പുറത്ത് പോയി കൊടുക്കാൻ പോയേക്കോ എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ പോയേക്കാന്ന് പറഞ്ഞ് ഭാമ എങ്ങോട്ട് പോയി. ചന്ദ്രമതി ആലോചിച്ചു, ഓ രക്ഷപ്പെട്ടു. അവന്റെ കയ്യിൽ ഒരു ചരട് ഓൾറെഡി ഉണ്ട്. ചിലപ്പോൾ ഇതോടെ കെട്ടുവാണെങ്കിൽ പവർ ഇരട്ടിയായിരിക്കും. അത് അഴിച്ചു കളയണോ? വേണ്ട, അഴിച്ചു കളയണ്ട, അതവിടെ കിടക്കട്ടെ. അല്ലെങ്കിലും ഭാമയ്ക്ക് തന്നോട് ഇത്ര സ്നേഹം പണ്ട് മുതൽ അങ്ങനെയാ. തനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഭാമ തിരികെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ കോളെത്തി. ശ്രുതി വിളിച്ചിട്ട് ചോദിച്ചു, ഭാമാൻറ്റി
ചരട് കൊണ്ടേ കൊടുത്തോന്ന് ചോദിച്ചു. കൊടുത്തിട്ടുണ്ട്, ഇനി എങ്ങനെയാവും അറിയില്ല. അവസാനം ചന്ദ്ര എന്നെ തല്ലിക്കൊല്ലാതിരുന്നാ മതി. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നേ. എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം അതെങ്കിലും ഭാമാൻറ്റിക്ക് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുമല്ലേലും ഞാനും സുധിയും കൂടെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഭാമാൻറ്റി ആഗ്രഹിക്കുന്നില്ലേ? അയ്യോ, ഇനി അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന ഭേദം. ഭാമയ്ക്ക് ടെൻഷനാ. എങ്ങാനും ഇവിടെ എങ്ങാനും വന്ന് ഫാനയിലെങ്ങാനും കെട്ടി തൂങ്ങിയ അതോടുകൂടി തീർന്നു. തൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ശ്രുതി പറയുന്ന കേട്ട് അനുസരിച്ച് നിൽക്കുന്നത്. ആ സമയത്ത് വർഷ എന്ത് ചെയ്തു? പിൽസ് വാങ്ങാനായിട്ട്, മെഡിസിൻ വാങ്ങാനായിട്ട് ഷോപ്പിലേക്ക് പോയി. മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ്. എത്രയും പെട്ടെന്ന് അത് വാങ്ങിച്ച് കഴിക്കണം. അങ്ങനെയാണ് കുഴപ്പമില്ല, അബോട്ടായി പോയിക്കോളും. അങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ആ പിൽസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് പേരും കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ അവരെന്താ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താണെങ്കിലും കൊടുത്തു. അതൊക്കെ വാങ്ങിയിട്ട് കൃത്യം ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി പൂ കൊണ്ട കൊടുത്തിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനും വർഷം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ. പെട്ടെന്ന് രേവതി സ്കൂട്ടി നിർത്തി. വർഷം, ഇതെന്താ ഇവിടെ? ഇതെന്താ മെഡിക്കൽ ഷോപ്പിൽ ഒന്നാണോന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ എന്താ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്താ വാങ്ങിയത്? എന്ത് പറ്റി എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ രേവതി ചേച്ചി അല്ല, എന്ത് പറ്റി വർഷേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കയറാൻ പറഞ്ഞു. അങ്ങനെ വർഷയും കയറ്റിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രേവതി ചേച്ചി, എന്താ വർഷേ, നിനക്ക് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ഇങ്ങനെയൊന്നും അല്ല. പക്ഷെ നിനക്ക് എന്താ സംഭവിച്ചേ? എന്തെങ്കിലും തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തുറന്നു പറ. രാവിലെ നീ ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കുന്ന കണ്ടു. ശ്രീകാന്തിനൊന്നും അറിയില്ലെന്നാ പറയണേ. എന്ത് കാര്യമുണ്ടെങ്കിലും നീ തുറന്നു പറയാൻ പറഞ്ഞു. ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അല്ല, എന്തേലും പനിയോ തലവേദനയോ എന്തേലും വയ്യായിക എന്തേലും ഉണ്ടെ പറ. നമുക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ട കാര്യമാണെങ്കിൽ പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, വേണ്ട രേവതി ചേച്ചി, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. ഒടുവിൽ വർഷ ഇങ്ങനെ ആലോചിച്ചു, പറയണോ വേണ്ടയോ. പിന്നീട് തീരുമാനിച്ചു, പറഞ്ഞു നോക്കാം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് വർഷ പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം ചേച്ചിയോട് പറയാനുണ്ട്. എന്താ കാര്യം? ചേച്ചി ഇതാണ്ട് പറയരുത്. അല്ല, നീ കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ ചേച്ചി, അത് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം പറഞ്ഞാലേ അറിയത്തുള്ളൂ എങ്ങനെയാന്നൊക്കെ. അത് ഞാനേ ഗർഭിണിയാന്ന് പറഞ്ഞു. ഗർഭിണിയാണോ? ഭയങ്കര സന്തോഷമായി രേവതിക്ക്. രേവതി വർഷയെ കെട്ടിപ്പിടിക്കുകയാണ്. അയ്യോ, എന്നിട്ട് നീ ഇതെന്താ പറയായിരുന്നേ? ഇപ്പോഴാണോ നീ പറയണേ? ചേച്ചി ദൈവത്തെ ഓർത്തത് ആരോടും പറയരുതെന്നോ? അതെന്താ ചേച്ചി? അതല്ല, പിന്നെ കാര്യം എന്താ? ചേച്ചിക്കറിയാലോ, എനിക്ക് പ്രസവിക്കാൻ പേടിയാ. അതുകൊണ്ട് ഞാനിത് ആരോടും പറയാതിരുന്നേ. ഓഹോ, അപ്പൊ കഴിഞ്ഞ ദിവസം നീ ഛർദ്ദിച്ച് ഇതുകൊണ്ടായിരുന്നല്ലേ? അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് കള്ളി ഇത് മറച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇതൊക്കെ ശ്രീകാന്തിനോട് അപ്പോഴേ പറയണ്ടായിരുന്നു. വേണ്ട ചേച്ചി, ആരോടും പറയണ്ട. എനിക്ക് വേണ്ട ഈ കുഞ്ഞിനെ. കാരണം ചേച്ചിക്കറിയാലോ, എനിക്ക് പ്രസവിക്കാൻ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയാ ഞെട്ടിയത്. രേവതി പെട്ടെന്ന് വർഷയെ പിടിച്ചങ്ങോട്ട് കുലിക്കുവാണ്. എന്നിട്ട് ചോദിച്ചു, എന്താ വർഷേ, നീ എന്താ പറയണേ? നിനക്ക് പേടിയാന്നോ? എന്ന് നീ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പോവാന്നോ? എന്ത് മഹാപാപമൊക്കെയാ പക്ഷെ നീ പറയണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് വർഷ ഉപദേശിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരും എങ്ങനെയായി തീരും നമുക്ക് കണ്ടറിയാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.